That was our very beloved Guruji, Sri Sri Ravishankarji. And we are really blessed and privileged to have your presence here on this forum. And on behalf of all the people here, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു അനുഗ്രഹം മേടിക്കുകയാണ്. ജസ്റ്റ് ബ്ലെസ്സസ്. താങ്ക് യു സോ മച്ച്. ഇനി വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തികൾക്കുള്ള പുരസ്കാരം ഗാന്ധി ദർശൻ അവാർഡുകൾ 2013 ആണ് വിതരണം ചെയ്യുന്നത്. ഇതിനായി ശ്രീ ശ്രീ രവിശങ്കർജിയെ ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ഇനി അവാർഡ് ജേതാക്കളുടെ പേരുകളാണ് നമ്മളിവിടെ ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അവാർഡ് ദാന ചടങ്ങുകളാണ്. ആദ്യമായി തന്നെ ഗ്രാമീണ ആരോഗ്യ മേഖലയിൽ സജീവ പ്രവർത്തനങ്ങൾ മുഴുകിയിരിക്കുന്ന ഒപ്പം തന്നെ ഒരുപാട് സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടത്തിവരുന്ന കർണാടകയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി നമ്മുടെ UT ഖാദർ സാറിനെ സാദരം ക്ഷണിക്കുന്നു ടു റിസീവ് ദി ഓണർ. ദ ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ ഫോർ കർണാടക, famous for his dynamic leadership quality, always working for the welfare of the poor. After becoming the health minister, he has implemented a lot of health programs for the welfare of the rural people. To receive the honor, I am kindly inviting the health minister for Karnataka state, UT Ghadar, to receive the honor from our very own Guruji, Sri Sri Ravishankarji. Thank you so much, sir. Moving on. തൻ്റെ ഈ സമൂഹത്തോടുള്ള കർമ്മവും ധർമ്മവും സത്യസന്ധതയോടെ പുലർത്തുന്നതാണ് ഒരു ഡോക്ടറുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി. അത് നിർവഹിക്കുന്നതിൽ വളരെയധികം അത്യന്തം വിജയിച്ച ഡോക്ടർ കുഞ്ഞാലിയാണ് ഇനി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിലേക്കായി സാദരം ക്ഷണിക്കുന്നത്. I am kindly inviting for his long commitment and dedication in the treatment of poor, well known as a heart specialist, not only in Kerala but also in the Middle East, for the charitable works and believes in the propaganda, prevention is better than cure, and aims for the better treatment through diet and exercise than surgery. I kindly call upon the very respected Dr. Kunyali for receiving the Gandhi Darshan Award 2013 from our Guruji. Thank you so much. ഇന്ത്യയുടെ ആത്മാവ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ ദരിദ്രനെയും സ്വാന്തനപ്പെടുത്തുന്ന പദ്ധതികൾ വേണം ഇന്ത്യയിൽ ആവിഷ്കരിക്കാനെന്ന് പ്രധാനമന്ത്രിയോട് നമ്മുടെ ഗാന്ധിജി ആവശ്യപ്പെട്ടു. ഗ്രാമീണ മേഖലയിലെ തൊഴിൽ സാധ്യതകൾ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി അഹോരാത്രം നിതാന്ത പ്രയത്നം നടത്തുന്ന നമ്മുടെ സ്വന്തം കയർ ബോർഡിനെ നയിക്കുന്ന പ്രൊഫസർ G. ബാലചന്ദ്രനാണ് ഇനി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനേക്കായി ഗാന്ധി ദർശൻ 2013 award receiviyanai kshenikkunnathu. The present chairperson of the National Choir Board, always working with the labor class and dedicated for the welfare, and knows the choir sector is equally important like khadi industry, trying to utilize his power for the development of rural employment. Thank you so much, sir. Business മേഖലയിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി, ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഒന്നും തന്നെ ഭേദിക്കാതെ ഒരുപാട് ജനങ്ങൾക്ക് പ്രതീക്ഷയുടെ ഒരു ജീവിതത്തിലേക്ക് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ദ വെൽ നോൺ ബിസിനസ് ഫിഗർ ദ മുഹമ്മദ് ഹാജി സാറിനെ ഇനി ക്ഷണിക്കുകയാണ്. മെട്രോ മുഹമ്മദ് ഹാജി, നമ്മൾ അദ്ദേഹത്തിനാണ് ഇനി ഗാന്ധി ദർശൻ 2013 അവാർഡ് നൽകാൻ പോകുന്നത്. And well known businessman from North Kerala, famous for his kind-hearted humanitarian works, respected by the large because of his honesty and ethics. Thank you so much, sir. തന്റെ ഹൃദയരക്തം തൂലികയിലേക്ക് പകർന്ന് ആഗോള ഭീകരതയ്ക്കെതിരായ സന്ദേശം ജനലക്ഷങ്ങളിലേക്ക് എത്തിച്ച ഒരു ഗ്രന്ഥമുണ്ട്, ഉപനയനം. അതിന്റെ സമാധാനകാംക്ഷികളായ ഒരു സ്ഥാനം പിടിച്ചു നേടിയ TP രാജീവനാണ് ഗാന്ധി ദർശൻ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി അടുത്തതായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സർ, കുഡ് യു പ്ലീസ് റിസീവ് യുവർ ഓണർ? ഞങ്ങളുടെ സ്നേഹോപകാരം ശ്രീ TP രാജീവൻ അദ്ദേഹത്തിന് നേരത്തെ ബൊക്കെ നൽകി. ശ്രീ അണ്ണാ ഹസാരെജിയെ ഞങ്ങളുടെ സ്നേഹം അറിയിക്കും, ഈ പൗരാവലിയുടെ സ്നേഹം അറിയിക്കും.
മലയാളത്തിന്റെ സ്നേഹസാദരങ്ങൾ അറിയിക്കുകയാണ്. നമ്മളിവിടെ പൂച്ചെണ്ടുകൾ നൽകി നമ്മുടെ സ്നേഹ സമ്മാനം TP രാജീവൻ സർ നമ്മുടെ ഗുരുജിക്കും ഒപ്പം തന്നെ അണ്ണാ ഹസാരെജിക്കും സമ്മാനിച്ചു. ഇനി ഗാന്ധി ദർശൻ 2013 എന്ന അവാർഡാണ് അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഗുരുജിയിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പോകുന്നത്. Can I have the award of honor? Thank you so much. ഇനി നമ്മൾ ആനന്ദപുരിയിൽ ഒത്തുചേർന്ന, നമ്മൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയ, നമ്മൾ കാത്തിരുന്ന ആ നിമിഷം ഈ വേദിയിൽ സംജാതമാകാൻ പോവുകയാണ്. ഇന്ത്യൻ ജനതയ്ക്ക് മുഖവുര വേണ്ടാത്ത മുഖം, സമാനതകളില്ലാത്ത കർമ്മയോഗി, പർവ്വതത്തിനൊത്ത പ്രതിരോധത്തെ പോലും സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നിഷ്പ്രഭമാക്കിയ വ്യക്തിപ്രഭാവം, ആഢ്യതയുടെ മുഖാവരണമില്ലാതെ ഒരു കർഷകന്റെ പ്രതീകമായി ഭാരതം ലോകത്തിന് വേണ്ടി സമ്മാനിക്കുന്ന യുഗപുരുഷൻ, the living legend. Put your hands together for Anna Hazareji. India's well-acclaimed social activist and the former soldier in the Indian Army. Well known and respected for upgrading the ecology and economy of the village Raligansidhi located in the Draftprawn, Ahmednagar district of Maharashtra. He said, "The dream of India as a strong nation will not be realized without self-reliant, self-sufficient villages. This can be achieved only through social commitment and involvement of common man." And now I am requesting Anna Hazareji to kindly share 2 words with us. ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ തിരുവനന്തപുരം ജില്ലയിൽ 10 ആംബുലൻസുകൾ പുറത്തിറക്കുകയാണ്. നമ്മുടെ വൃദ്ധജനങ്ങളായ ആളുകൾക്ക് അവരുടെ വീടുകളിൽ ചെന്ന് അവരെ സ്വീകരിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാനും അവരെ പരിചരിച്ച് തിരികെ വീടുകളിലെത്തിക്കുവാനും ഈ ബൃഹത്തായ പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം ഇന്ത്യൻ പ്രസിഡന്റിന്റെ പുരസ്കാരം നേടിയ, പ്രവാസി സമ്മാൻ പുരസ്കാരം നേടിയ ആദരണീയനായ കേരളത്തിന്റെ അഭിമാനം ശ്രീ വർഗീസ് കുര്യനെ ഈ ചടങ്ങ് ആദരിക്കുകയും ചെയ്യുന്നു. കുര്യൻ സാറിനോട് ഞങ്ങൾ പറയട്ടെ, ഒരു പ്രതിഫലവുമില്ലാതെ കർമ്മശേഷിയോടെ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഡ്രൈവർമാരുടെ ശമ്പളം കൊടുക്കാനുള്ള വകയെങ്കിലും അങ്ങ് സംഭാവന ചെയ്യട്ടെ, അത് അവർക്ക് നേരിട്ട് കൊടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുര്യൻ സാറിനെ ഇവിടെ ആദരിക്കുന്നു. ഈ പ്രവാസി ഇതിന്റെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ആദരവ് ഇവിടെ അർപ്പിക്കുന്നു. ആ ആദരവിനോടൊപ്പം തന്നെ ഈ താക്കോൽ ദാന കർമ്മം, ഇത് ആദ്യത്തെ താക്കോൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആറ്റിങ്ങലിലെ സേവന വികാസ് കേന്ദ്ര എന്ന് പറയുന്ന ട്രസ്റ്റിനാണ് ആദ്യത്തെ ആംബുലൻസ് ഞങ്ങളുടെ സംഭാവന എത്തിക്കുന്നത്. അതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ ശ്യാംകുമാറാണ് ആ താക്കോൽ ഏറ്റുവാങ്ങുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ വർഗീസ് കുര്യൻ സാറ് അത് കൈമാറുകയും അത് 10-ൽ നിന്ന് 100 ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആദ്യ ആംബുലൻസിന്റെ താക്കോൽ ദാന കർമ്മം ശ്രീ വർഗീസ് കുര്യൻ സാറ് ഇവിടെ നിർവഹിക്കും. ഇവിടെ 2 മൊമെന്റോകൾ. ഒന്ന്, നമ്മുടെ വിശിഷ്ട പുരസ്കാര ജേതാവ് ആദരണീയനായ അന്നാ ഹസാരെജിക്ക് ഈ സംഘാടക സമിതിയുടെ ഉപഹാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷാധികാരി ശാന്തിഗിരി ആശ്രമത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി അദ്ദേഹമാണ് കഴിഞ്ഞ 3 ദിവസക്കാലം ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരുപക്ഷെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് എന്നെയും ഞങ്ങളെയും ഒക്കെ സഹകരിച്ചത് അദ്ദേഹം ഈ ഞങ്ങളുടെ ഉപകാരം അദ്ദേഹം അന്നാ ഹസാരെജിക്ക് ഇവിടെ സംഘാടക സമിതിക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുന്നതാണ്. ശ്രീ KPA റഹീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത ഉപഹാരം ഗുരുജിക്കാണ്. നിങ്ങൾക്കറിയാം, ഈ ഉപഹാരം അദ്ദേഹം സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ അഭിമാനം പകരുന്ന ധന്യ മുഹൂർത്തമാണ്. ഈ ഉപഹാരം നൽകുന്നതിന് സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യോടും സ്വീകരിക്കാൻ ഗുരുജിയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. Thank you so much. Thank you. ഇനി നമ്മൾ കാത്തിരുന്ന ആ ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ